ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി ചെന്നൈ ആസ്ഥാനമായുള്ള സ്മാർട്ട് ക്രിയേഷൻസ് രംഗത്ത് വന്നിരിക്കുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പ് പാളികൾ എന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വൈസ് പ്രസിഡന്റ് മുരളി വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും സമീപിച്ചിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് മുരളി പറഞ്ഞു. We do only copper work. Only if it comes here on copper, we will go to it. Gold-plated work, we will not take care. We don't have that expertise. Copper which came here or gold that came here? Only copper. And we don't undertake the job at all. Because, for example, you give me some ring, you will tell me there is 2 grams gold. When I melt only half a gram of gold is there, you will tell me 2 grams. I will say half gram. Where is the link between you and me? There is nothing. 2019 സ്വർണം പൂശിയ ശേഷം കവാടം എങ്ങോട്ട് കൊണ്ടുപോയി എന്നറിയില്ല എന്നാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി പറഞ്ഞത്. സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന പൂജയിൽ നടൻ ജയറാമും പങ്കെടുത്തിരുന്നുവെന്നും പങ്കജ് ഭണ്ഡാരി പറഞ്ഞു. I thought it's not rightful of mine when the honorable court is already intervening to give any statement. The facts of the matter will be established. Let the time and the court take its decision. I think now the honorable court has decided a retired sitting judge is going to be inspecting everything over there. I'm sure something very good is going to happen about this. He's my customer. 6, 7, 8 years. So was this 29 incident, that was not the first case? Before that, or was that the... So what happens in temple related work, just like I'm sure it is for you as well, right? If you get one connect, based on the connect, you will connect more people. So like this, he would have got connected and we would have done some project. But then this Sabrimala related project only sir has been associated with us. Of course, we have done Sabrimala work way back in what, 2000, which year? 2009. 2009. That time, only sir was not involved with us. Okay. We have done the roof. The Upasanadis. We have done that. Okay. Yeah, for Kanimula Ganapati, Nagar Sanadi and Maligapura Sanadi. Okay. We've been involved with temple. That time no, but much later only. ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഹീസ് ഉണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണല്ലോ സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ ഭാഗം വിശദീകരിച്ചിരിക്കുന്നത്. ഇതിൽ സ്വർണ്ണപ്പാളി കൊണ്ടുവന്നപ്പോൾ അത് ചെമ്പുപാളിയായിരുന്നു, പിന്നീട് സ്വർണം പൂശി. ഈ കാര്യങ്ങളൊക്കെയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അധികൃതർ വ്യക്തമാക്കുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആ സംശയങ്ങൾ ദൂരീകരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വ്യക്തത വരുത്താൻ ഇവരുടെ ഈ പ്രതികരണം കൊണ്ട് കഴിയുന്നുണ്ടോ? എന്താണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അധികൃതർ പറഞ്ഞത്? സ്മാർട്ട് ക്രിയേഷൻസിന്റെ അധികൃതർ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവർക്ക് ഏതാണ്ട് 6-7 വർഷമായിട്ട് അറിയാം. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാനായി ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പലതവണ അവർ ഇദ്ദേഹത്തിനെ സമീപിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട കസ്റ്റമറാണ്. അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ യാതൊരു സംശയവുമില്ല, വിശ്വാസം തന്നെയാണ് എന്നതൊക്കെ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് 2019 ഈ ചെമ്പ് പാളിയുമായി തങ്ങളെ സമീപിച്ചത് എന്നുള്ള കാര്യം സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം, ഈ സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യമായി ഒരു സ്ഥലത്തെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ചെമ്പ് പാളിയിൽ മാത്രമേ അവർ അത്തരത്തിൽ ആ വർക്ക് ചെയ്യാറുള്ളൂ. ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നതിനാൽ തന്നെ ചെമ്പ് പാളിയിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ഓരോ കസ്റ്റമറോടും അവർ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും ആ വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെമ്പ് പാളിയാണ് നൽകിയതെന്ന് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒയും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റും ആവർത്തിച്ചു പറയുന്നു. അവർക്കത് ഉറപ്പുമാണ്. അവർ അത്തരത്തിലല്ലാതെ സ്വർണ്ണപ്പാളി അവിടെ സ്വീകരിച്ചിട്ടില്ല, ആ പണി അവർ ചെയ്യില്ല എന്നവർ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ അങ്ങനെ 2019 ഇങ്ങനെ ചെമ്പുപാളിയുമായി വരുന്നു. അതിനുശേഷം അവർ അതിൽ സ്വർണം പൂശി ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തി തിരിച്ചയക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന ഈ പൂജയുടെ ദൃശ്യങ്ങളും മറ്റുമൊക്കെ വരുന്നത്. ഈ പൂജയൊക്കെ നടന്നത് ഈ പറയുന്ന ഈ ഒരു ബിൽഡിങ്ങിന് അകത്താണ് ഈ പൂജയൊക്കെ നടക്കുന്നത്. ഇതിനകത്ത് തന്നെയാണ്. അത് മറ്റേതെങ്കിലും ഒരു വീട്ടിലോ കേന്ദ്രത്തിലോ ഒന്നുമല്ല. ഇവിടെ നിന്ന് പണി കഴിയുന്നത് വരെ അത് എവിടെയും കൊണ്ടുപോയിട്ടില്ല. പണി കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിലും അവർക്കൊരു
വ്യക്തതയില്ല. സ്പോൺസർ ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തതിനു ശേഷം മടക്കി നൽകുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റും 24-നോട് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള അറിവില്ല. അവർ ഉണ്ണികൃഷ്ണൻ പോറ്റി അവർ ഒരു തരത്തിലും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നുമില്ല. കാരണം പലതവണ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായി ഇത്തരത്തിലുള്ള പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരാളുടെ കണക്ഷനിൽ നിന്ന് കിട്ടിയതാണെന്നും പറയുന്നുണ്ട്. അതിനുശേഷം അവർക്ക് സംശയമുണ്ടാക്കുന്ന തരത്തിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവരിൽ നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ വിജിലൻസ് പലപ്പോഴായി കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുന്നുണ്ട്, അതിന് മറുപടി നൽകുന്നുണ്ട് എന്നും സ്മാർട്ട് ക്രിയേഷൻസ് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ 2019 ഇവിടെ എത്തിച്ചത് ചെമ്പ് പാളിയാണ് എന്നുള്ള കാര്യം സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു. അത്തരത്തിൽ വേണം അതിനെ അനുമാനിക്കുകയും ചെയ്യാൻ. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി വേറെ ഒരു തരത്തിലുള്ള എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ പാളികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലൊരു തിരിമറി നടത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ നയം വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ഏത് അന്വേഷണത്തിനോടും കോടതി പറയുന്നത് അത്തരത്തിൽ തന്നെ അപ്പാടെ തങ്ങൾ നടപ്പിലാക്കും. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളിവിടെ എത്തുമ്പോൾ അന്ന് കോടതി വിധി ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ദ്വാരപാലക പീഠത്തിൻ്റെ ഒക്കെയും ഇതുമായി ബന്ധപ്പെട്ട് പണി നിർത്തിവെക്കണം എന്ന തരത്തിലുള്ള പരാമർശമുണ്ടായപ്പോൾ അവർ അത്തരത്തിൽ തന്നെ അത് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ആ നിലപാടാണ്, ആ നയമാണ് തങ്ങൾ തുടരുന്നത്. കാരണം ഇവർ ഇന്ത്യയിൽ ഉടനീളമുള്ള ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഒക്കെയും ഈ പറയുന്ന തരത്തിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയും നടത്തുന്ന ഒരു വലിയ ഒരു ഫേമാണ്. അപ്പോൾ ആ തരത്തിൽ തങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല എന്നവർ ആവർത്തിച്ച് പറയുകയുമാണ്. ഇവിടെ നിന്ന് ഇവരുമായി സംസാരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ സംശയിക്കുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള ഇതും കിട്ടുന്നില്ല. മാത്രമല്ല ഈ പഴയ രീതിയിലാണ്, അതായത് ഒരു മുൻപുള്ള രീതിയിൽ, കൺവെൻഷണൽ രീതിയിലാണ് പണ്ടൊക്കെയും സ്വർണം പൂശിയിരുന്നത്. 99 ഒരുപക്ഷെ സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലാകാം. അതിന് പിന്നാലെ അത് ഈ പറയുന്ന തരത്തിലേക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ കുറേ സ്വർണം നഷ്ടമാകും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ കൂടിയാണ് തങ്ങൾ അങ്ങനെയുള്ള ജോലികൾ സ്വീകരിക്കാത്തതെന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. GK റീസ്, ഇക്കാര്യത്തിൽ ഈ കോടതി നടപടികൾ കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയം എന്നതുകൊണ്ട് തന്നെ കോടതി ഇക്കാര്യത്തിൽ വ്യക്തത വരട്ടെ എന്നൊരു നിലപാടാണോ ഈ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തുന്നത്? മാത്രമല്ല, ഞങ്ങളുടെ ഒരു കസ്റ്റമർ കാര്യങ്ങൾ കൊണ്ടുവന്നു, ഞങ്ങളത് പരിശോധിച്ചു, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും, ഞങ്ങളുടെ എക്സ്പെർട്ടൈസിൽ വരുന്ന കാര്യങ്ങൾ ചെയ്തു. അതിനപ്പുറം ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, വിശ്വാസമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നുകൂടിയാണോ സ്മാർട്ട് ക്രിയേഷൻസിലെ അധികൃതർ പറഞ്ഞത്? ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അധികൃതർ പലതവണ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇതിന്റെ ഒരു സീരിയസ്നെസ് അവർക്കറിയാം. വിശ്വാസപരമായിട്ടുള്ള പ്രാധാന്യവും ഒപ്പം തന്നെ ഈ കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷേ അവർ ഇവിടെ വരുമ്പോൾ സ്പോൺസർമാരുണ്ട്, മതിയായ സുരക്ഷയിലാണ് അത് എത്തിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള അധികൃതരൊക്കെയും ഉണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഇവർ അത് സ്വീകരിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം അത് 2019 തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അറിയിച്ചതിനാൽ ഒരു ചെമ്പ് ഫ്രെയിമാണ് തങ്ങൾക്ക് കൊണ്ട് നൽകിയത് എന്നുള്ളത് അവർ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഇവരുമായി സംസാരിക്കുമ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് അത് പിന്നീട് പ്രശ്നമായി മാറും എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇവരിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഒരു ചെമ്പ് ഫ്രെയിമാണ് 2019 കൊണ്ടുവരുന്നത്, അത് പിന്നീട് അത് സ്വർണത്തിൻ്റെ ഫ്രെയിമായിരുന്നു, ഇവിടെ എത്തിക്കുമ്പോൾ ചെമ്പായി എന്നുള്ള തരത്തിലൊക്കെ അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് അറിയില്ലായിരുന്നു. മറിച്ച് പൂജ ചെയ്യണം, ഇത്ര ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു വർക്ക് അവർ ചെയ്തത് കൊണ്ട് തന്നെ പൂജ ചെയ്യാനും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ അന്ന് ഇവിടെ ക്ഷണിച്ചിരുന്നു. 6 വർഷം മുൻപ് ഇവിടെ ക്ഷണിക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഇവർ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ ഒരു റെഗുലർ കസ്റ്റമർ ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇവർ പറയുന്നത് 2009 ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തികൾ അവർ ചെയ്തിട്ടുണ്ട്. 2009 അത് തുടങ്ങുന്നത് എന്നാണ് CEO നമ്മളോട് പറയുന്നത്. അപ്പോൾ അന്ന് ചെയ്തിട്ടുണ്ട്, പിന്നീട് 2019 ചെയ്യുന്നത്, പിന്നീട് 25 ചെയ്യുന്നു. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പല പ്രവർത്തികൾക്കും പല പണികൾക്കും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അതിൻ്റെ വർഷവും കൃത്യമായിട്ടുള്ള സമയവും അടക്കം പറയുന്നില്ല എങ്കിലും 19 25 വന്നിട്ടുണ്ട്, അതിനിടയ്ക്കും പലതവണ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 7-8 വർഷമായിട്ട് അവർക്ക് സുപരിചിതനായിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിലൊരു വർക്കുമായിട്ട് അയാൾ എത്തുമ്പോൾ സംശയിക്കാനുള്ള യാതൊന്നും ഉണ്ടായിരുന്നില്ല. അതിലിനി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കാനുണ്ടായിരുന്നില്ല. മറിച്ച് കോടതി ഇതിൽ ഇടപെട്ടതിന് ശേഷമാണ് അവർ കൂടുതൽ വിജിലന്റ് ആയതെന്ന് അവർ പറയുന്നുണ്ട്. കോടതി പറയുന്നതിനപ്പുറത്തേക്ക് ഒരു പോയിന്റ് പോലും അങ്ങോട്ടേക്ക് പോയില്ല എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അധികൃതർ നൽകിയ വിശദീകരണം, അതിന്റെ മറ്റു വിശദാംശങ്ങളുമാണ് ഇപ്പോൾ
മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധി ചെന്നൈയിൽ നിന്ന് വിശദീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.